ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് സമയവും വിശ്വാസവും. ഇത് രണ്ടും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞങ്ങളുടെ നാട്ടിൽ പതിവ് വിശേഷങ്ങൾ തന്നെയാണ്. ഇപ്പം ഇന്ന് പകല് മഴയും ഇപ്പോൾ മഞ്ഞും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലായിരുന്നു. ഇന്നാണ് മഴയൊക്കെ തുടങ്ങിയത്. മൊത്തം പകല് മഴയായിരുന്നു. കുന്നിക്കുരുവോളം വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുന്നോളം സ്നേഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്ക് സമാധാനവും സഹകരണവും ഇല്ലാതാകുന്നു. അത് സഹകരണവും സമാധാനവും ഇല്ലാതാകുമ്പോൾ ഓരോരുത്തരും അവരുടേതായ ലോകങ്ങളിലേക്ക് മാറുന്നു. മനസ്സിൽ നിന്ന് നമുക്കൊരാളോടുള്ള വിശ്വാസം ഇല്ലാതാകുമ്പോൾ എല്ലാവരും അവരവരുടേതായ ലോകങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുകയും അപ്പോഴും മനസ്സുകൾ തമ്മിൽ അകലുകയും ചെയ്യുന്നു. തോറ്റുപോയതിനേക്കാൾ നമുക്ക് വിഷമം തോന്നുന്നത് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന വിശ്വാസങ്ങളെല്ലാം തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. വിശ്വാസങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള അതേ വേദന തന്നെയാണ് നമുക്ക് സമയം നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്നത്. കാരണം നമ്മുടെയൊക്കെ ബാല്യകാലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുറേ കാലങ്ങൾക്ക് പഠിച്ചിരുന്ന കാലങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചു. പക്ഷേ അതിലും പിന്നീട് നമുക്ക് കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലും ടെസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി അത് പഠിക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ചിലവഴിച്ചിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ പൊസിഷനുകളിൽ എത്തുമായിരുന്നു. ഓരോ ജോലികളും കാര്യങ്ങളിലും ഒക്കെ ആക്കി എത്തുമായിരുന്നു. അപ്പം ചില സമയങ്ങളിൽ ഇപ്പോൾ എൻ്റെ ജീവിതം എടുത്താൽ തന്നെ എനിക്ക് ഒരുപാട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളിൽ എനിക്കിങ്ങനെ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എല്ലാവരും ഓരോ ലൈഫിലോട്ട് അങ്ങ് മാറുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതിനെ കുറിച്ച് തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും ഒരു അബദ്ധമായിട്ട് നമുക്കത് തോന്നാം. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞതിനെ നമ്മൾ വീണ്ടും അതിനെ നിലനിർത്തേണ്ടത് കടമ നമുക്കുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ, നമുക്ക് ഒരുപാട് അവസരങ്ങൾ വന്നതെല്ലാം നമ്മൾ തട്ടിക്കളഞ്ഞ് എന്ന് വെച്ചാൽ അപ്പോഴും നമുക്കതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ജോലി എന്തെന്നൊക്കെ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ കാലങ്ങളെടുക്കും നമുക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും നമ്മൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞു. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നേനെ എന്ന് നമുക്ക് തോന്നും. താൽക്കാലിക ജയത്തിനു വേണ്ടി ഒരു നുണ പറയുമ്പോൾ ആലോചിക്കുക. അത് കാരണം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസം. അത് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. തിരിച്ച് നമ്മളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ സംശയങ്ങൾ, പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.